നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ 1-3 ഗോളുകൾക്കായിരുന്നു ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നത്. ആഴ്സണലിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ആ മത്സരം നടന്നിരുന്നത്. മത്സരം സമനിലയിൽ കലാശിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കെ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് ആഴ്സണൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. അതേസമയം ഈ സീസണിൽ അവസാനമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം സമനിലയിലാണ് കലാശിച്ചത്. 2 ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടായിരുന്നു ആ മത്സരം നടന്നിരുന്നത്. ഈ 2 മത്സരങ്ങളിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം അർഹിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗ് തന്നെയാണ്. മാത്രമല്ല, ഇന്ന് ഏത് ടീമിനെയും ഏത് മൈതാനത്ത് വെച്ചുകൊണ്ടും പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിയുമെന്നുള്ള ഒരു വിശ്വാസവും അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏത് ടീമിനെയും തോൽപ്പിക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹോം മൈതാനമാണെങ്കിലും എവേ മൈതാനമാണെങ്കിലും പരാജയപ്പെടുത്താൻ സാധിക്കും. ഞങ്ങൾ കൂടുതലായിട്ട് വിശ്വസിക്കേണ്ടതുണ്ട്. ആഴ്സണൽ, ലിവർപൂൾ എന്നിവർക്കെതിരെയുള്ള അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരങ്ങളിൽ ഞങ്ങളാണ് വിജയം അർഹിച്ചിരുന്നത്. ഇവരെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ആദ്യം ടീമിന് വേണം. ആ വിശ്വാസം ഇപ്പോൾ ടീമിനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വിജയിക്കുന്നത്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. 1-2 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയം. ഹോയ്ലുണ്ട്, മക്ടോമിനി എന്നിവരായിരുന്നു യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 6ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.